ഈശോയ്ക്കും മാതാവിനും നന്ദി. എൻ്റെ പേര് സോണിയ. എൻ്റെ ഹസ്ബൻഡാണ് അനീഷ് പാപ്പച്ചൻ. ഇതെൻ്റെ കുഞ്ഞ് ആദമോന്. ഞങ്ങൾ പത്തനംതിട്ട കോന്നിയിൽ നിന്ന് വരുന്നു. ഇതുപോലെ ഞങ്ങൾക്ക് കുട്ടികളില്ലാഞ്ഞിട്ട് പല ഹോസ്പിറ്റലിൽ ഞങ്ങൾ കയറി ഇറങ്ങി. 5 വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു. പല പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. എല്ലാവരും പറയുന്നു നോർമലി പ്രഗ്നൻ്റ് ആവും. പക്ഷേ ഇതുവരെ എവിടെ പോയിട്ടും ഒരു ഫലവും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ ജനുവരി 14 കൃപാസനത്തിൽ വന്നു. ഇതുപോലെ എൻ്റെ അമ്മയാണ് പറഞ്ഞത് കൃപാസനത്തിൽ പോയി നോക്കാമെന്ന്. അങ്ങനെ ജനുവരി 14 ഞങ്ങൾ വന്ന് ഉടമ്പടി വെച്ചു. കൃപാസനത്തിൽ വന്നു ഉടമ്പടി വെച്ച് മാർച്ച് ആയപ്പോൾ എനിക്ക് കുഞ്ഞായി. 2 മാസം ഉടമ്പടി വെച്ച് മാർച്ച് ആയപ്പോഴത്തേക്ക് എനിക്ക് കുഞ്ഞായി, പ്രഗ്നൻ്റായി. ഞാൻ നവംബർ 21 എനിക്ക് ഈ ബേബീനെ കിട്ടിയത്. പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇതുപോലെ തന്നെ പല കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓപ്പറേഷൻ്റെ സമയത്തും ഇതുപോലെ തന്നെ എനിക്ക് പ്ലാസൻ്റ പ്രീവിയയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് ഡോക്ടർമാരെല്ലാം പറഞ്ഞായിരുന്നു അനങ്ങാനൊന്നും പറ്റത്തില്ല, പോകുമ്പോഴും നടക്കുമ്പോഴും എല്ലാം സൂക്ഷിക്കണം, ബ്ലീഡിങ് ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, കോംപ്ലിക്കേഷനാണ്, അങ്ങനെ പല പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ ഞാൻ അന്നേരം എല്ലാം മാതാവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇതുപോലെ തന്നെ വൈകിട്ട് ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും, ഒരു പ്രശ്നവും ഇല്ലാതെ എനിക്ക് കുഞ്ഞിന് പ്രസവിക്കാൻ കഴിയണം, ഒരു കുഴപ്പവും ഇല്ലാതെ, കോംപ്ലിക്കേഷനൊന്നും ഉണ്ടാകാതെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടണം. അതുപോലെ തന്നെ കുഞ്ഞുണ്ടായ സമയത്ത് ഇതുപോലെ തന്നെ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, തൂക്കക്കൂടുതൽ കാരണം അവനും കൈയുടെ എല്ലൊക്കെ ഒടിയെന്നൊക്കെ പല പ്രശ്നങ്ങളും ഡോക്ടർ പറഞ്ഞായിരുന്നു. പക്ഷേ ഒരു പ്രശ്നവും ഇല്ലാതെ ആ സമയത്ത് ഞാൻ ഓപ്പറേഷൻ സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയത്. എനിക്ക് ഭയങ്കര ധൈര്യം ഉണ്ടായിരുന്നു മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ ആ തൈലം എടുത്ത് ഞാൻ എൻ്റെ വയറിലും തേച്ചിട്ട് കാശി രൂപ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ വയലിനകത്ത് വെച്ചുകൊണ്ട് ഞാൻ കയറി. അങ്ങനെ ഞാൻ കയറി ഒരു പ്രശ്നവുമില്ലാതെ മാതാവ് എനിക്ക് എല്ലാം നല്ല രീതിയിൽ എനിക്ക് നടത്തി തന്നു. എൻ്റെ അമ്മയത് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ പ്രയാസങ്ങളെല്ലാം കേൾക്കുന്ന ഒരമ്മയാണ്. ആരില്ലെന്ന് പറഞ്ഞാലും ഏറ്റവും അവസാന ഘട്ടത്തിൽ നമുക്ക് തുണയായിട്ട് വരുന്ന ഒരമ്മയാണ്. ഇതുപോലെ തന്നെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ പ്രാർത്ഥിക്കും, മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ രാവിലെ വൈകിട്ടും ഇതുപോലെ പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യും. അന്നേരം എല്ലാം ഞാൻ ഈ തൈലം എൻ്റെ വയറിൽ തേക്കുന്നതുകൊണ്ട് സ്വപ്നത്തിൽ ഞാൻ കണ്ടിട്ടുമുണ്ട് മാതാവ് എൻ്റെ പല സ്വപ്നങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. മാതാവ് എനിക്ക് വെളുപ്പിനെ ഞാൻ 3 മണിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, വെളുപ്പിനെ എനിക്ക് പ്രത്യക്ഷപ്പെടുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഏതൊരു ബുദ്ധിമുട്ട് മാത്രമല്ല, നമുക്ക് മാതാവിൻ്റെ കാര്യം എവിടെ വേണമെങ്കിലും പറയുമ്പോഴും എനിക്ക് മനസ്സിനൊരു സന്തോഷമാണ്. ഞാൻ എല്ലാവരോടും പറയും, ആര് വീട്ടിൽ വന്നെന്ന് പറഞ്ഞാലും എനിക്കിത് മാതാവിൻ്റെ കുഞ്ഞാന്ന് ഞാൻ പറയും. കാരണം എനിക്ക് മാതാവ് തന്ന കുഞ്ഞായത്. എനിക്ക് ഒത്തിരിയും ബുദ്ധിമുട്ട് വന്നാലും ഞാൻ ഓപ്പറേഷൻ തിയേറ്റർ ഇതുപോലെ തന്നെ പാസൻ്റെ പ്രീവ്യൂ അനങ്ങെടുത്ത് 4 കുപ്പി ബ്ലഡ് വേണമെന്ന് എന്നോട് പറഞ്ഞതാണ്. 1 കുപ്പി ബ്ലഡ് പോലും എൻ്റെ ശരീരത്തിൽ കയറ്റേണ്ട ആവശ്യം വന്നില്ല. 4 കുപ്പി ബ്ലഡ് അറേഞ്ച് ചെയ്തതുമാണ്. പക്ഷേ 1 കുപ്പി ബ്ലഡ് പോലും എൻ്റെ ശരീരത്തിൽ കയറ്റേണ്ട അവസ്ഥ വന്നില്ല. കാരണം ഞാൻ അന്നേരം സ്വർഗസ്ഥനായ പ്രാർത്ഥനയെല്ലാം എൻ്റെ മനസ്സ് മൊത്തം മാതാവിൻ്റെ അടുത്താണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് മാതാവിനോട് എൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാത്രമല്ല, എനിക്ക് കുഞ്ഞിനും ഒരു കുഴപ്പവും ഉണ്ടാകലെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ തന്നെ ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്ക് കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിഞ്ഞ്. കുഞ്ഞിനെ ഓപ്പറേഷനായിരുന്നു. ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് കുഞ്ഞിനെ എടുക്കാൻ പറ്റി. 1 കുപ്പി ബ്ലഡ് പോലും ഡോക്ടർ തന്നെ പറഞ്ഞു, ഇത് സോണിയയ്ക്ക് ഇത് അത്ഭുതമാണ്. കാരണം കുഞ്ഞിന് ഒരു പ്രശ്നവും ഇല്ലാതെ മാത്രമല്ല 1 കുപ്പി ബ്ലഡ് പോലും ഇയാളുടെ ദേഹത്ത് കയറ്റേണ്ട വന്നിട്ടില്ലെന്ന് പറഞ്ഞു. കാരണം 4 കുപ്പി ബ്ലഡ് അറേഞ്ച് ചെയ്ത് വെച്ച് ഇയാൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ. കാരണം എന്നെ വീൽ ചെയറിൽ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. കാരണം ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രമല്ല, ബാത്റൂമിൽ പോകണേലും വീൽ ചെയറിൽ തന്നെ ഇയാൾ പോകണമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഇവരൊക്കെ കാണാതെ ഇടയ്ക്ക് ഇങ്ങനെ എഴുന്നേറ്റ് നടന്നൊക്കെ പോയെന്ന് പറഞ്ഞാലും എന്നോട് പറഞ്ഞു, ഇയാളുടെ ശരീരം ഒരു ശകലവും അനങ്ങരുത്, കോംപ്ലിക്കേഷൻ ഉള്ളതാണ്. കാരണം ഇയാൾ പ്ലാസൻ്റെ പ്രീവിയാണ്. കാരണം ഈ ദേഹം അനങ്ങിക്കഴിഞ്ഞാൽ ബ്ലീഡിങ് ആവും. ബ്ലീഡിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കത്തില്ല, ഹെവി ബ്ലീഡിങ് ആണെന്ന് പറയുകയും ചെയ്തു.
അങ്ങനെ എല്ലാം പറഞ്ഞ് എനിക്ക് അന്നേരം എല്ലാം മനസ്സിന് ഭയങ്കര ധൈര്യമുണ്ട്. കാരണം എനിക്കറിയാം എന്തൊക്കെ പറഞ്ഞാലും അവസാനം എനിക്ക് മാതാവ് എന്നെ കൈവിടത്തില്ല, എൻ്റെ കൂടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം. ഞാൻ ഓപ്പറേഷന് എനിക്ക് ഓപ്പറേഷൻ പിറ്റേ ദിവസം തലേദിവസം എന്ന് പറഞ്ഞാലും ഞാൻ അന്നേരം എല്ലാം എൻ്റെ മനസ്സുകൊണ്ടെല്ലാം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്, എല്ലാം നല്ല രീതിയിൽ നടക്കണം. ആ പ്രാർത്ഥനയ്ക്കും ഫലം ഉണ്ടായി. മാതാവ് നവംബർ 21 എനിക്ക് നല്ലൊരു കുഞ്ഞിനെയും തന്നു. ഇതുപോലെ തന്നെ കുട്ടികളുള്ള സമയത്തെല്ലാം ഞങ്ങൾ പോകുമ്പോൾ എല്ലാം ഞങ്ങളോടെല്ലാവരും ചോദിക്കുമായിരുന്നു, ഇത്ര നാളായിട്ടായില്ലയോ, എന്തുവാ. ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നവുമില്ല, പക്ഷേ ഞങ്ങൾക്ക് ഡിലേ ആവുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തില്ല. നേരെ ഇവിടെ വന്ന് ഉടമ്പടി വെച്ചു. വേറെ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാൻ പോയില്ല, ഉടമ്പടി വെച്ചത് മാത്രമേ ഉള്ളൂ. ഉടമ്പടി വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിന് മാതാവ് തരട്ടെന്ന് വിചാരിച്ചു. മാതാവിനോട് വന്ന് പ്രാർത്ഥിച്ചു. 9-ാം മാസം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. 9-ാം മാസം ഞാൻ ഈ വയറും വെച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. കാരണം എനിക്ക് പ്ലാസൻ്റ പ്രീവി ആ പ്രശ്നം കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ വന്നിട്ടുണ്ട്. എനിക്കറിയാം ഒരു യാത്ര ചെയ്യില്ലെന്ന് എന്നോട് പറഞ്ഞതാണ്. യാത്ര ചെയ്യേണ്ടത് ഞാൻ യാത്ര ചെയ്ത് ഇവിടെ വന്നു. എൻ്റെ മാതാവ് എന്നെ നോക്കിക്കോളൂന്ന് ഞാൻ പറഞ്ഞു. ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്കിവിടെ വരാൻ പറ്റി. കാരണം വെച്ചാൽ ഒരു ശകലവും യാത്ര ചെയ്യേണ്ടത് ഞാൻ കോന്നിന്ന് ഇവിടെ വരെ വന്നു. മാതാവ് എനിക്ക് ഒരു കുഴപ്പം വരുത്തിയില്ല. അന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല. അന്ന് പോയതിന് പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അന്ന് അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഡേറ്റ് എടുത്തിരുന്ന സമയത്താണ് ഞാനിവിടെ വന്നത്. ഒരു കുഴപ്പമില്ലാതെ മാതാവ് എന്നെ കാത്തു. മാതാവിന് 1000 നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം എപ്പോഴും എനിക്ക് എൻ്റെ എല്ലാ കാര്യത്തിനും എനിക്ക് മാതാവ് വേണം. കാരണം നമ്മുടെ ഒരു അമ്മയാണ്. നമ്മുടെ എന്തൊരു ബുദ്ധിമുട്ട് മാത്രമല്ല, നമുക്കൊരു സന്തോഷം വന്നാലും നമുക്ക് അമ്മയോട് പറയാം. നമുക്ക് എന്തൊരു കാര്യവും നമുക്ക് തുറന്നു പറയാൻ പറ്റിയ ഒരു അമ്മയാണ് ഇത്. കാരണം നമുക്ക് ഏതൊരു കാര്യം നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ നമുക്ക് നമ്മുടെ മാതാവുണ്ട്. അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് മാതാവിനോട്. ഇതുപോലെ തന്നെ ഞങ്ങൾ ഉടമ്പടി വെച്ച സമയത്ത് ഞങ്ങൾ രണ്ടുപേരും പോയി കാരുണ്യ പ്രവർത്തനം, ഞങ്ങൾ പാവം പിടിച്ചവർക്ക് ഡ്രസ്സും കാര്യങ്ങളും ആഹാരവും എല്ലാം വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പത്രം വീട്ടിൽ വരുന്നവർക്കെല്ലാം ഞാൻ പത്രം കൊടുത്തിട്ട് എനിക്കൊരു സന്തോഷം ഇത് പറയുമ്പോൾ. ഞാൻ വീട്ടിൽ വരുന്നവർക്കെല്ലാം ഞാൻ ഈ പത്രം കൊടുത്തിട്ട് ഞാനിത് പറയും, ഇന്ന് മാതാവ് തന്ന, ഇത് മാതാവിൻ്റെ കുഞ്ഞാന്ന് ഞാൻ എല്ലാവരോടും പറയും. എനിക്ക് മാതാവ് തന്ന കുഞ്ഞാ. എന്തുവാ, എൻ്റെ എല്ലാ കാര്യത്തിനും മാതാവ് എനിക്ക് സപ്പോർട്ടായിട്ടുണ്ട്. കാരണം ഏതൊരു കാര്യമായാലും നമുക്ക് വിഷമമായാലും നമുക്ക് തുറന്നു പറയാൻ പറ്റും നമ്മുടെ മാതാവിനോട്. അതിന് ഒരുപാട് നന്ദിയുണ്ട് മാതാവിനോട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം എനിക്ക് ഇനിയും മാതാവിൻ്റെ അടുത്ത് വരണം, എപ്പോഴും വരണം. അതുപോലെ തന്നെ എൻ്റെ ചേച്ചി ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ഉടമ്പടി വെക്കാനായിട്ട് വന്നിട്ടുണ്ട്. അവർക്കും കുഞ്ഞുങ്ങളില്ലെന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തോടെ അവരെ വിളിച്ചോണ്ട് ഞാൻ വന്നേ. കാരണം ഞാൻ പറഞ്ഞു നിങ്ങളും വരാൻ പറഞ്ഞു. എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പ്രഗ്നൻ്റായി. എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഹോസ്പിറ്റലിൽ ഞാൻ പോയി കഴിഞ്ഞപ്പം പ്രഗ്നൻ്റ് ആവുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. അന്ന് അവിടെ നിന്നും കരയുമായിരുന്നു പ്രഗ്നൻ്റ് ആയ സമയത്ത്. ഒരുപാട് നന്ദി മാതാവിന്, ഈശോയ്ക്കും മാതാവിനും നന്ദി. അതുപോലെ തന്നെ ഞാൻ രാവിലെയും വൈകിട്ടും ബൈബിൾ വായിക്കും. ഞങ്ങൾ 1/2 മണിക്കൂർ വെച്ച് ഞങ്ങൾ ബൈബിൾ വായിക്കും. പിന്നെ പ്രാർത്ഥന ഇതുപോലെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റ് ഇതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു 5 മണി തൊട്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഞാൻ ഇതുപോലെ തന്നെ മെഴുകുതിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ എനിക്ക് സ്വപ്നത്തിൽ വരെ മാതാവ് വന്നിട്ടുണ്ട്. എൻ്റെ സ്വപ്നത്തിൽ ഒരു അത്ഭുതമാണ്. ചില സമയത്ത് എനിക്ക് വെളുപ്പിനെ 3 മണിക്ക് ഞാൻ സ്വപ്നത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് മാതാവിൻ്റെ രൂപം. അന്നേരം ഞാൻ കണ്ണ് തുറന്നു. ഞാൻ മാതാവിനെ സ്വപ്നത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അത്ഭുതം. എനിക്ക് അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അലർജിയുടെ പ്രശ്നം വന്നപ്പോൾ ഇവിടെ വന്നേ പിന്നെ ഉടമ്പടി വെച്ച് ശേഷം എനിക്ക് പ്രഗ്നൻ്റായി കുഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ അലർജി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, അലർജി മാഞ്ഞു പോയ കൂട്ട് അതും മാറി. ഒത്തിരി നന്മകൾ നമുക്ക് മാതാവ് തരുന്നുണ്ട്. ഒരുപാട് നന്ദി. നിയമാവർത്തനം 32-ാം അധ്യായം 11-ാം തിരുവചനം പറയുന്നു, അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി അവരെ വാരിപ്പുണർന്നു താൽപ്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ്. സോണിയയുടെ മനോഹരമായ സാക്ഷ്യമാണ് നാം കേട്ടത്. നമ്മെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സംരക്ഷണയെക്കുറിച്ചാണ് നമുക്കിപ്പോൾ ബൈബിൾ സന്ദേശം ലഭിച്ചത്. സോണിയ വളരെ ആശ്രയിച്ച് പരിശുദ്ധ അമ്മയുടെ
തിരുനടയിൽ വന്ന് മുട്ടുകുത്തിയപ്പോൾ പരിശുദ്ധ അമ്മ തന്നെ ചേർത്തണയ്ക്കുമെന്ന് സോണിയയ്ക്ക് വളരെ വിശ്വാസമുണ്ടായിരുന്നു. ഉടമ്പടിയിലൂടെ തൻ്റെ വിശ്വസ്തത ഈശോയ്ക്ക് നൽകുകയും ഈശോ തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായി താൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കുഞ്ഞിനെ നൽകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. സോണിയ വളരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുന്നത്. തന്നെ പരിപാലിച്ചതും കൊണ്ടു നടന്നതും എല്ലാം ദൈവമാണ്. മറ്റുള്ളവരുടെ മുൻപിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്ന ആ അപമാനം ഞങ്ങൾ ഏറ്റെടുത്ത ഹൃദയത്തിൻ്റെ വേദനകളെല്ലാം മാറ്റി ഏലീശ പുണ്യവതി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നത് പോലെയാണ് ഉള്ള ഒരു അനുഭവത്തോടെയാണ് ഇന്ന് സോണിയ ഈ അൾത്താരയിൽ നിൽക്കുന്നത്. നാം പലപ്പോഴും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ വന്ന് തങ്ങൾക്ക് ദൈവം നൽകുന്ന വലിയ സമ്പത്തായ ഉദരഫലത്തെക്കുറിച്ച് അവർ പറയുമ്പോൾ അവർ വളരെ സങ്കടത്തോടു കൂടി പറയുന്നൊരു കാര്യം ഇതാണ്: നിങ്ങൾക്ക് ഇതുവരെ കുഞ്ഞുങ്ങളായില്ലേ? ഉദരഫലം ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമാണെന്ന് നമ്മൾ ചിലപ്പോഴെങ്കിലും മക്കളുള്ള ചിലരെങ്കിലും മറന്നുപോയി പറയുന്ന ചില കുത്തുവാക്കുകളിലൂടെയും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെയും ഇവർ കടന്നു പോകാൻ, ഇവരെ പോലെ മക്കളില്ലാത്ത ഒരുപാട് ദമ്പതികൾ കടന്നു പോകുന്ന ദുരനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ സോണിയയുടെ വലിയ ഹസ്ബൻഡിനുള്ള അനീഷിനുമുള്ള വലിയ വേദനയ്ക്കൊരു ഉത്തരം നൽകുകയാണ് പരിശുദ്ധ അമ്മ. തന്നെ ഹോസ്പിറ്റലിൽ ആയിരുന്നപ്പോൾ തന്നെ എനിക്ക് വളരെ വിശ്വാസമുണ്ടായിരുന്നു, എനിക്ക് യാതൊരു കോംപ്ലിക്കേഷനും ഉണ്ടാവില്ല. കാരണം ഇത് അമ്മ നൽകിയ കുഞ്ഞാണ്. ഞാൻ 9-ാം മാസം നിറവയറോടുകൂടി യാത്ര ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നിട്ട് കൂടി ഞാൻ ഈ അമ്മയുടെ തിരുനടയിൽ വന്ന് മുട്ടുകുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സോണിയയ്ക്കും അനീഷിനും വളരെ ഉറപ്പായിരുന്നു ഇത് ഈശോ നൽകിയിട്ടുള്ള കുഞ്ഞാണ്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലുള്ള കുഞ്ഞാണെന്ന്. നമ്മൾ ഏതു കാര്യവും ഉടമ്പടിയിലൂടെ വിശ്വസ്തയോടെ നാം മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ ആശുപത്രി ഇഷ്യൂസിൽ, നമ്മുടെ ലേബർ റൂമിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പ്രശ്നങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ കടന്നു വരുന്നു. കാരണം പരിശുദ്ധ അമ്മ ഇന്ന് സഞ്ചരിച്ചുകൊണ്ടാണ് നമ്മോടുകൂടെ നടക്കുന്നതും ഇരിക്കുന്നതും. നമ്മുടെ സ്വപ്നങ്ങളിൽ വരുന്നു, നമ്മെ ആശ്വസിപ്പിക്കുന്നു, നമ്മെ തലോടുന്നു, നമ്മെ ചേർത്ത് പിടിക്കുന്നു. ഇതെല്ലാം ഉടമ്പടിയിലൂടെ കടന്നു പോകുന്നവർക്കുള്ള വലിയ ആശ്വാസത്തിൻ്റെ, സംരക്ഷണത്തിൻ്റെ അടയാളങ്ങളാണ്. പലരുടെയും ഉടമ്പടി നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു സങ്കടവാർത്ത വന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മിക്കേണ്ടത് ഇതാണ്: എൻ്റെ കയ്യിലുള്ള കാശ് രൂപം ഞാൻ എത്ര പ്രഷ്യസായിട്ടാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഞാൻ എത്ര വിലപ്പെട്ടതായി കണ്ടുകൊണ്ടാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്, പരിശുദ്ധ അമ്മ എന്നോടുകൂടെ സഞ്ചരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമാണ്. പരിശുദ്ധ അമ്മയെ നമ്മൾ കൂട്ടുപിടിക്കുമ്പോൾ ഈശോ നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു കാവൽ ദൂതൻ എപ്പോഴും നമ്മോടുകൂടെ ഉണ്ടെന്നുള്ളൊരു വലിയ ആശ്വാസം നമുക്കുണ്ടാകും. നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഈ സംരക്ഷണം ലഭിക്കുകയും ചെയ്യുന്നു. സോണിയ പറയുന്നു, എൻ്റെ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്, എനിക്ക് മറ്റുള്ളവർക്ക് പറയാനുള്ള ഒരു വലിയ സാക്ഷ്യമുണ്ട്. എന്നെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു, നിങ്ങളും അനുഗ്രഹീതരാകും. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. ഈ തിരുനടയിൽ ആരും കൈകളോടെ അല്ലാതെ ഇവിടെ നിന്ന് കടന്നു പോയിട്ടില്ല. കൈക്കുമ്പിളിൽ കണ്ണുനീർ മാത്രമായി വന്നവരെല്ലാം കൈ നിറച്ച് പോകുന്ന ഒരു വലിയ അനുഭവ സാക്ഷ്യങ്ങളാണ്, പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് മാത്രമാണ് ഏകരക്ഷകനെന്നും അങ്ങയുടെ അമ്മ സഹരക്ഷയികമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ഉടമ്പടി ജീവിതം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപയും ശക്തിയും സാമർഥ്യവും ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഇവരുടെ നിയോഗങ്ങളോട് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ഇവരുടെ ഈ വലിയ സാക്ഷ്യത്തിന് കുഞ്ഞിനെ നന്ദി പറയുകയും ചെയ്തുകൊണ്ട് വലിയൊരു കയ്യടി നൽകി ഈശോയ്ക്ക് അമ്മയ്ക്കും ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.